കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് സീഡ് സൈക്ലിങ്ങിനെ പറ്റിയിട്ടാണ്. സീഡ് സൈക്ലിങ്ങിനെ പറ്റി എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡായിട്ട് മാറുന്ന ഒന്നാണ് സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. സീഡ് സൈക്ലിങ്ങിൽ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള സീഡ്സ് നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസും അതുപോലെ നമ്മുടെ അമിതമായിട്ടുള്ള ശരീരഭാരവും മെൻസ്ട്രുവൽ സിംറ്റംസും അതുപോലെ ഇറഗുലാരിറ്റീസും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ശരീരഭാരമൊക്കെ ക്യൂർ ചെയ്യാനായിട്ട് സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സീഡ് സൈക്ലിങ്ങിൽ നമ്മൾ എടുക്കുന്നത് 4 സീഡ്സ് ആണ്. ആ 4 സീഡ്സ് നമ്മൾ എടുക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ്. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സീഡ് സൈക്ലിങ്ങിൽ ചെയ്യുന്നത് 4 ടൈപ്പ് സീഡ്സ് എടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപുള്ള ഒരു സമയം, നമ്മുടെ ഫോളിക്കുലർ ഫേസ്. ഈ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലാക്സ് സീഡും അതുപോലെ പംകിൻ സീഡുമാണ്. അതിനുശേഷമുള്ള സമയത്ത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലൂട്ടിയൽ ഫേസിൽ നമ്മൾ എടുക്കുന്നത് സൺഫ്ലവർ സീഡും സെസമി സീഡുമാണ്. അതായത് സൂര്യകാന്തിയുടെ വിത്തും എള്ളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഡേ 1 മുതൽ നമ്മുടെ പീരിയഡ്സിന്റെ ഡേയിനെ നമ്മൾ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പീരിയഡ്സിന്റെ ആ ഒരു ബ്ലീഡിങ് തുടങ്ങുന്ന ഒരു ദിവസത്തെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് ആ ഡേ 1 മുതൽ നിങ്ങൾ എന്നാണോ ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ദിവസം വരെ നമ്മൾ ആദ്യത്തെ ഫേസിലുള്ള ഫ്ലാക്സ് സീഡും പംകിൻ സീഡും ഉപയോഗിക്കും. അതിനുശേഷമുള്ള സമയത്ത് നമ്മൾ സൺഫ്ലവർ സീഡും സെസമി സീഡും അതായത് എള്ളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹോർമോണൽ ഇംബാലൻസസും തൈറോയ്ഡ് ഉള്ളവർക്കും ഒബിസിറ്റി ഉള്ളവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. PCOD ഉള്ളവർക്ക് അമിതമായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം PCOD ഉള്ളവർക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ PCOD കുറച്ചും കൂടി വേഴ്സ് ആവുമെന്നാണ് ചില ഡോക്ടേഴ്സ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സീഡ് സൈക്ലിംഗ് PCOD ഉള്ളവർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് സീഡ് സൈക്ലിംഗ് എടുക്കാവുന്നതാണ്. ഫ്ലാക്സ് സീഡും പംകിൻ സീഡിലും അടങ്ങിയിട്ടുള്ള ഫൈറ്റോ ഈസ്ട്രോജൻ നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രോജൻ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമുക്ക് ആദ്യത്തെ ഉള്ള ഒരു ഫോളിക്കുലർ ഫേസിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഹോർമോൺ ഈസ്ട്രോജൻ ഹോർമോണാണ്. ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലെ എഗ് ഗ്രോത്ത് ഒക്കെ കൃത്യമായിട്ട് വരുന്നതും എഗ് പൊട്ടുന്നതും. അതിനുശേഷമുള്ള സമയത്ത് നമ്മളുടെ ശരീരത്തിൽ വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. അപ്പൊ ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സൺഫ്ലവർ സീഡും അതുപോലെ സെസമി സീഡും. അത് മാത്രമല്ല ഈ ഫ്ലാക്സ് സീഡും പംകിൻ സീഡും നമുക്ക് ഉപയോഗിക്കുമ്പോഴേക്കും ഈസ്ട്രോജന്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പംകിൻ സീഡ് ഉപയോഗിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള സിങ്ക് ലൂട്ടിയൽ ഫേസിലേക്ക് വേണ്ട പ്രൊജസ്ട്രോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കൂടി സഹായിക്കുന്നുണ്ട്. സൺഫ്ലവർ സീഡിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് നമ്മുടെ പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ഈസ്ട്രോജന്റെ ആ ഒരു ടൈമിൽ കൂടുതലായിട്ട് ഈസ്ട്രോജൻ ഈ ടൈമിൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയുമാണ് ചെയ്യുന്നത് കേട്ടോ. സൺഫ്ലവർ സീഡും അതുപോലെ തന്നെ വിറ്റമിൻ ഇ ഉണ്ട്. വിറ്റമിൻ ഇയിലും പ്രൊജസ്ട്രോൺ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ബെനിഫിറ്റ് ആണ് സീഡ് സൈക്ലിംഗിൽ ഈ സീഡ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. വറുത്തതായിട്ടുള്ള സീഡ്സും കിട്ടും, അല്ലാത്തതും കിട്ടും. വറുത്തതായിട്ടുള്ള സീഡ്സ് ആണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ അതൊന്ന് വറുത്തതിന് ശേഷം വറുത്ത് പൊടിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പൊ അതിന്റെ ഒരു പച്ച ചുവ നമുക്ക് കിട്ടില്ല. നമുക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ചില സ്പെഷ്യൽ ആയിട്ടുള്ള പലചരക്ക് കടയിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിത്തുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. കുറച്ചെടുത്തതിന് ശേഷം നിങ്ങളത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊരു നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റി അതിനുശേഷം പിന്നീട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഫേസിലാണ് ചെയ്യുന്നതെങ്കിൽ ഫ്ലാക്സ് സീഡ് ആദ്യം നമ്മൾ വറുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം നിങ്ങൾ പംകിൻ സീഡ് ഉപയോഗിക്കുക. പംകിൻ സീഡും എടുത്ത് വറുത്ത് മാറ്റി വെച്ചിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു ടീസ്പൂണിൽ നമ്മൾ ഇത് എടുത്തതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ വീതം രണ്ടും എടുത്ത് നിങ്ങൾ കഴിക്കുക. ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ട് പൊടിച്ചു വെക്കാതെ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൊടിച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് അടച്ച് ഫ്രിഡ്ജിലോ നിങ്ങൾക്ക് പുറത്തോ വെക്കാവുന്നതാണ്. കുറച്ച് നാളത്തേക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3-4 ദിവസത്തേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വെക്കാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പുറത്ത് വെക്കരുത്. അല്ലാതെ നിങ്ങൾ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് ഒക്കെയാണ് നിങ്ങൾ അതായത് ഒരു മാസത്തിനേക്ക് ഫുള്ളായിട്ട് വേണ്ടിയിട്ടാണ് നിങ്ങളത് ഉപയോഗിക്കുന്നതെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് അടച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ.
റോസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ടും കൂടി ഒരുമിച്ച് പൊടിക്കുന്നതിനേക്കാളും നല്ലത് സെപ്പറേറ്റ് പൊടിച്ചിട്ട് ഓരോ ടീസ്പൂൺ വീതം എടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ. അതേ സെയിം മെക്കാനിസം തന്നെ നിങ്ങൾ ബാക്കിയുള്ള സൺഫ്ലവർ സീഡിലും സെസമി സീഡിലും ചെയ്യുക. എള്ളും അതുപോലെ സൂര്യകാന്തി വിത്തും നല്ലതുപോലെ വറുത്തിട്ട് മിക്സ് ചെയ്ത് വറുക്കരുത് കേട്ടോ. സെപ്പറേറ്റ് എടുത്ത് വറുത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. പൊടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ തുടച്ച് ജാറിന്റെ മൂടിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തുടച്ച് നിങ്ങൾ അടച്ചുവിടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ഇത് എപ്പോൾ കഴിക്കണമെന്ന് നമുക്ക് നോക്കാം. രാവിലത്തെ സമയങ്ങളിൽ നിങ്ങൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ശേഷമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമോ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇനി റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു ടീസ്പൂണിൽ ഒതുങ്ങുന്നത് എടുത്തിട്ട് നിങ്ങൾക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് കഴിക്കുന്നതുകൊണ്ട് വേറെ പച്ച ചൊവയൊന്നും ഇതിനുണ്ടാവില്ല. നിങ്ങൾക്ക് അത് ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ. ഓവറായിട്ട് യൂസ് ചെയ്യരുത്. നമ്മൾ ഏത് സീഡ്സ് ആണെങ്കിലും കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൂസ് മോഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നിങ്ങൾ ഒരു ടീസ്പൂൺ മാത്രം നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുക. ഏകദേശം ഒരു രാവിലത്തെ സമയങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കൃത്യത നിങ്ങൾ വരുത്തുക. ഒരു സമയത്ത് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം നിങ്ങൾ രാവിലെ എടുത്തു, ഒരു ദിവസം നിങ്ങൾ ഉച്ചയ്ക്ക് എടുത്തു, ഒരു ദിവസം നിങ്ങൾ രാത്രി എടുത്തു, അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടൊരു സമയത്ത് മാത്രം സീഡ് സൈക്കിൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇത് കലർത്തിയിട്ട് കുടിക്കുന്നതിലും പ്രശ്നമില്ല, വെറുതെ ഇത് കഴിക്കുന്നതിലും പ്രശ്നമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് അങ്ങനെ തന്നെ കഴിക്കുന്നതിലും പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കാം. ഇനി പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റീസ് ഉള്ളവർക്ക് എപ്പോൾ സീഡ് സൈക്ലിംഗ് ഉപയോഗിക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതായത് എന്നാണ് പീരിയഡ് ആകുന്നത് എന്നറിയാതെയൊക്കെ വരുന്നവർക്ക്, പീരിയഡ്സ് ഇപ്പോൾ 3-4 മാസങ്ങൾ കൂടിയിട്ടും പീരിയഡ്സ് വരാത്തവർക്കൊക്കെ സീഡ് സൈക്ലിംഗ് എടുക്കുമ്പോഴേക്കും അവർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കലണ്ടറിലുള്ള അമാവാസി ദിവസം ഉണ്ടാവില്ലേ, അമാവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ മലയാള മാസം ഇങ്ങനെ നാള് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാകും. അതിനപ്പുറമായിട്ട് നമ്മുടെ അമാവാസി എന്ന് പറയുമ്പോൾ കറുത്ത കളറിലൊരു സർക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ആ ഡേറ്റ് മെയിൻ ആയിട്ട് ഇന്ന് ഏത് ദിവസമാണോ ആ ദിവസത്തിന് താഴെയായിട്ട് ഒരു കറുത്ത കളറിലൊരു മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഒരു മന്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അമാവാസി ദിവസം നിങ്ങൾ ഡേ 1 ആയിട്ട്, പീരീഡിന്റെ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ ഫ്ലാക്സ് സീഡും പംകിൻ സീഡും ഉപയോഗിക്കാം. അതിനുശേഷം പൗർണമി ഉണ്ടാകുന്ന ദിവസം ഉണ്ടാകും. പൗർണമി എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസത്തിന് നമ്മൾ ഫുൾ ബ്ലാക്ക് സർക്കിൾ ആണെങ്കിൽ പൗർണമിയിൽ വൈറ്റ് ആയിരിക്കും. അതായത് ചന്ദ്രൻ ഇല്ലാത്ത ദിവസവും ചന്ദ്രൻ പൂർണ്ണമായിട്ട് ഉദിച്ചു വരുന്ന ദിവസവും, അതാണ് പൗർണമി. പൗർണമി ദിവസത്തെ നിങ്ങളുടെ ഓവുലേഷൻ ദിവസം വരെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് നമ്മൾ അമാവാസി ദിവസം മുതൽ പൗർണമി ദിവസം വരെ നിങ്ങൾ ഫ്ലാക്സ് സീഡും പംകിൻ സീഡും ഉപയോഗിക്കുക. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ സൺഫ്ലവർ സീഡും സെസമി സീഡും ഉപയോഗിക്കുക. ദെൻ അഗെയിൻ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഒരു 2-3 മന്ത്സ് എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സീഡ് സൈക്ലിംഗ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസസ് ക്യൂർ ചെയ്തിട്ട് എഗെയിൻ നമുക്ക് ആ ഒരു പീരിയഡ്സ് തിരിച്ചു കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നു. പീരിയഡ്സ് നമുക്ക് തിരിച്ചു കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺസും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അപ്പോൾ കഴിവതും നമ്മൾ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു കാര്യങ്ങളും ഹെൽത്തി ആയിട്ട് നടക്കുന്നില്ല, നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല, നമ്മൾ ഫുഡ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ ബെനിഫിറ്റ് കിട്ടും കേട്ടോ. കുറച്ച് നാളെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 2-3-4 മാസമൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഒബിസിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളുടെ ശരീരത്തിൽ കുറച്ച് കഴിഞ്ഞാൽ, എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അതുപോലെ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീക്ക് വേണ്ടുന്ന ശരീരഭാരം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ സീഡ് സൈക്ലിംഗ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ്. റോസ്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാത്തത് മേടിച്ചിട്ട് നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.